ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ കൗമാര കാലഘട്ടത്തിലെ ഒരു അനുഭവം ഇങ്ങനെ കുറിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: അദ്ദേഹം ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം ഒരു പട്ടാള മേധാവി കുട്ടികളെ കാണുവാൻ സ്കൂളിൽ വന്നു. അദ്ദേഹം അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആരായിത്തീരാനാണ് ഭാവിയിൽ ആഗ്രഹം? കുട്ടികൾ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. എന്നാൽ ജോസഫ് റാറ്റ്സിംഗർ എന്ന ഈ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു വൈദികനായിട്ട് തീരണം. ഉടനെ ആ പട്ടാളക്കാരൻ വളരെ പുച്ഛത്തോടെ ഈ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞെ, ഇനി ഉള്ള കാലഘട്ടത്തിൽ പുരോഹിതരെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അത് ആവശ്യമില്ലാതെ വരുന്ന ഒരു മേഖലയായി നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുമെന്ന് അദ്ദേഹം പറയുകയാണ്. എന്നാൽ ജോസഫ് എന്ന് പറയുന്ന ആ കൊച്ചു ബാലൻ പറഞ്ഞു, അങ്ങനെയല്ല, വരും കാലങ്ങളിൽ ജർമ്മനിക്ക് കത്തോലിക്ക പുരോഹിതരെ കൊണ്ട് ഒരുപാട് ആവശ്യം വരും. അവരെല്ലാം കൂട്ടത്തിൽ ചിരിച്ചു. പക്ഷേ കാലം അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പൂർത്തീകരിക്കുകയാണ്. ഇന്ന് ആയിരക്കണക്കിന് പുരോഹിതരാണ് ജർമ്മനിയിലേക്ക് പോകുന്നതും അവിടെ ശുശ്രൂഷ ചെയ്യുന്നതും. എന്നിട്ടും ജർമ്മനിയിൽ ഇന്നും പല ദേവാലയങ്ങളും കാലിയായി കിടക്കുന്നു, പുരോഹിതരില്ലാതെ എന്നത് ഒരു നിത്യസത്യമാണ്. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യം ഒരിക്കലും കാലഹരണപ്പെടുന്നില്ല എന്നുള്ളൊരു വിചാരം നമുക്കിന്ന് ഈ പ്രഭാതത്തിൽ കൊണ്ടുവരാം. പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.